റീച്ച് കിട്ടണം, ഫോളോവേഴ്സ് കൂടണം, സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്ന അമിതമായ ആഗ്രഹം. ഇതാണ് ഹുബ്ബുദ്ദുനിയാ. ഈ മുസ്ലിം സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക്, ചെറുപ്പക്കാരികൾക്കൊക്കെ വൈറലാവാൻ താല്പര്യമുണ്ടായി. പണ്ടൊക്കെ ഒതുങ്ങിക്കൂടിയവർ, പണ്ടൊക്കെ മറഞ്ഞു നിന്നവർ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലോകാവസാനം വരുമ്പോ അള്ളാഹു ഭൂമിയിൽ നിന്ന് 4 കാര്യങ്ങൾ ഉയർത്തിക്കളയുമെന്ന്. അതിലൊന്ന് യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അള്ളാഹു ലജ്ജയെ ഉയർത്തിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്ത്രീകളിൽ നിന്ന് അള്ളാഹു നാണം ഉയർത്തിക്കളയുമെന്നാ പറഞ്ഞത്. പെൺകുട്ടികൾക്ക് നാണമുണ്ടാവൂല. ആ ഒരു രീതിയിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. ഒരു ആണും ഒരു പെണ്ണും രാത്രി 3 മണിക്ക് കപ്പിളുകളായി കോഴിക്കോട് ബീച്ചിലേക്ക് വന്ന് രാത്രി 3 മണി 4 മണിയായിട്ടും വീട്ടിലേക്കോ മുറിയിലേക്കോ പോകാൻ തയ്യാറാവാതെ നിയമപാലകർ ആ വഴിയിൽ ഇങ്ങനെ നൈറ്റ് പട്രോളിംഗ് നടത്തുമ്പോ അവരെ കൈകാട്ടി നിർത്തി, എന്തേ നിങ്ങൾ പോവാത്തത് എന്ന് ചോദിക്കുമ്പോ ആൺകുട്ടി മെല്ലെ പിന്നോട്ട് ബാക്കിലേക്ക് വന്നിട്ട് പെൺകുട്ടി മുമ്പിലേക്ക് വന്നിട്ട് പോലീസുകാരോട് ഈ പെൺകുട്ടി പറയുന്നത്, എനിക്ക് 18 വയസ്സായി, ഇതെന്റെ ഇഷ്ടമാണ്. പോലീസുകാർക്ക് മറുപടി ഇല്ല, പിന്നെ കൂടുതൽ പറയാൻ അവകാശമില്ല. നീ എന്താ ഇവിടെ, നിന്റെ വീട് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പെൺകുട്ടി, പോലീസ്, ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ബീച്ചിൽ വീട് വെച്ച് അതിന്റെ ചുറ്റുഭാഗത്ത് ഇവൻ കുറ്റിച്ചിറ അടക്കമുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ പറയാണ് ഈ വിഷയങ്ങളൊക്കെ. എന്നിട്ട് പോലീസുകാർക്ക് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയാത്തത് കാരണം അവിടെയുള്ള കടകളെ അടപ്പിക്കാറാണ് പോലീസുകാർ ചെയ്യാറുള്ളത്. ലഹരി ഉപയോഗിച്ച് വരുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിച്ച് വരുന്നവർ, കള്ള് കുടിച്ച് വരുന്നവർ, എവിടെ നിന്നാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ രാത്രി 3 മണിക്കൊക്കെ കാലിക്കറ്റ് ബീച്ചിലേക്ക് എത്തുന്നത്? വീട്ടിൽ നിന്ന് എന്തായാലും ഒരു പിതാവ് വിടൂല. നിങ്ങൾ വിടോ? കാമുകന്റെ കൂടെ നിങ്ങളുടെ മകളെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുമോ? ഒന്നുകിൽ അവര് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാകണം, ഹോസ്റ്റലിൽ നിന്ന് വാർഡന്മാരുടെ കണ്ണുവെട്ടിച്ചു വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും മുറിയെടുത്ത് താമസിക്കുന്നവരാകണം. അവര് മുറിയെടുത്ത് താമസിക്കുകയാണെങ്കിൽ അവർക്ക് സ്വതന്ത്രമാണല്ലോ, എപ്പോ വേണമെങ്കിലും ഇറങ്ങി വരാലോ. അല്ലെങ്കിൽ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമേ അല്ലാതെയായി മാറണം. ഏത് കാമുകന്റെ കൂടെ പോകുന്നതും വീട്ടുകാർക്ക് ഒരു പ്രശ്നമല്ലാതെയായി മാറണം. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ക്യാമ്പസുകളെ തെരഞ്ഞെടുക്കുമ്പോൾ വരെ ഇസ്ലാമിക അന്തരീക്ഷമുള്ള ക്യാമ്പസുകൾ തെരഞ്ഞെടുക്കണമെന്ന്. ഈവൻ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, രാത്രി താമസിച്ച് പഠിക്കുന്ന ക്യാമ്പസുകളാണെന്ന് പറഞ്ഞാൽ, ഇന്നൊരുപാട് നീറ്റ് കോച്ചിങ് സെന്ററുകളുണ്ട്. SSLC കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നീറ്റ് ക്രാക്ക് ചെയ്യണം, JEE ക്രാക്ക് ചെയ്യണം, CUT ക്രാക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ പെൺകുട്ടികൾ മാത്രമാണ് ഇന്ന് പഠിക്കാൻ ഒരല്പമെങ്കിലും ശ്രമിക്കുന്നത്. ആൺകുട്ടികൾക്കൊക്കെ പഠനബോധം വളരെ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഇസ്ലാമിക അന്തരീക്ഷമില്ലാത്ത ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയി നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴാണ്, ഇസ്ലാമിക അന്തരീക്ഷമില്ലാത്ത ക്യാമ്പസുകളിൽ രാത്രി സമയത്ത് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയാൽ, റൂം വിട്ടിറങ്ങിയാൽ അവർക്കതൊരു പ്രശ്നമേ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ നോർമലായി കൊണ്ടിരിക്കുകയാണ്. വാലൊക്കെ കഴിഞ്ഞ് സ്ഥിരമായി കാണുന്നൊരു രംഗമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 3 മണിയായാലും കിടന്നുറങ്ങാതെ രാത്രി ബീച്ചിന്റെ ഇരുവശങ്ങളിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ ജോഡികളായി കപ്പിളുകളായി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണുമ്പോ നിയമപാലകർക്ക് പോലും അവരോട് ചോദ്യം ചെയ്യാൻ അവസരമില്ലാത്ത ഒരു കാലമായി നമ്മുടെ കാലം മാറി. സ്ത്രീകളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചോദിക്കുന്നവരൊക്കെ തന്ത വൈബാണ്, ചോദിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്താന്ന് പറഞ്ഞാൽ മോശമാവില്ല, നാണക്കടാവൂലേ? നമ്മൾ ഈ തന്താന്ന് പറയാൻ മടിയുള്ളത് കൊണ്ടല്ലേ താടി മുടിയൊക്കെ കറുപ്പിച്ചെടുക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ താടി നരച്ചാൽ എന്തോ കുഴപ്പം? താടി നരച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അതൊരു പ്രകൃതിയുടെ ഭാഗമായിട്ട് നിരക്കണം സമയമാക്കുമ്പോ. പക്ഷെ ഇപ്പൊ നേരത്തെ നിരക്കാൻ തുടങ്ങി. നമ്മളൊക്കെ പണ്ടേ നിരക്കാൻ തുടങ്ങി. ഒരു 80-40 വയസ്സാകുമ്പോഴാണ് നോർമലായി ഇങ്ങനെ ഓരോന്ന് നരച്ചു തുടങ്ങുക. 30 വയസ്സാകുമ്പോൾ നിരക്കാൻ തുടങ്ങി എന്ത് ചെയ്യാം? പക്ഷെ എന്നാലും നമ്മൾ ഈ കറുപ്പിച്ചെടുക്കുന്ന എന്തിനാ? തന്താന്ന് ആർക്ക് തോന്നരുതെന്ന് വിചാരിച്ചിട്ടല്ലേ? അങ്ങനെ ഇത്രയൊക്കെ കറുപ്പിച്ച് കുട്ടപ്പനായി നടന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഉപദേശിക്കുമ്പോൾ അയാൾ പറയാണ് നീ തന്തയാണ്. അപ്പൊ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും? പറ്റുമോ? എത്ര ബേജാറാവും, എത്ര ടെൻഷനാവും. ഇത്രയൊക്കെ ഞാൻ കുട്ടപ്പനായി ദാടി മിഷൊക്കെ പൈസ കൊടുത്ത് കറുപ്പിച്ച് ഇത് എന്നെ തന്താന്ന് വിളിക്കുക. അപ്പൊ എന്താ പിന്നെ നല്ലത്? മിണ്ടാണ്ടിരിക്കുക. ഉപദേശിക്കുന്ന കാര്യം തൽക്കാലം ചൊല്ലിട, വേണ്ട, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മക്കൾ മാറി. നബി തങ്ങൾ പറഞ്ഞു, വൈറലാവാനുള്ള ആഗ്രഹമാണ് നമ്മുടെ സമൂഹത്തെ
തമ്മാടിത്തരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയല്ലേ ചെറുപ്പക്കാർ പറ? ചിലപ്പോൾ ഈ വയസ്സന്മാർക്കൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. പെൺകുട്ടികളൊക്കെ പറയട്ടെ, വൈറലാവണം എന്നൊരു താല്പര്യം ഇന്ന് കുട്ടികൾക്കില്ലേ? ഹബ്ബുദ്ദുനിയ, ഫോളോവേഴ്സ് കൂടണം. 100 ഫോളോവേഴ്സിൽ നിന്ന് 1000-ലേക്ക്, 1000-ൽ നിന്ന് 10K-യിലേക്ക്, 10K-യിൽ നിന്ന് 100K-യിലേക്ക്, 100K-യിൽ നിന്ന് 1 ML-ലേക്ക്, മില്യണിലേക്ക് ചാടണം. ഇതാണ് എല്ലാവരും താല്പര്യം. അപ്പൊ റീച്ച് കൂടണമെങ്കിൽ നല്ല പിജാബും പർദ്ദയും കയ്യുറക്കെ ധരിച്ച് പോട്ടിട്ടാൽ ആരാ ലൈക്ക് അടിക്കുക? ആരും ലൈക്ക് അടിക്കില്ല. അപ്പൊ എന്താണ്? പിജാബ് ഊരണം, തലയിൽ നിന്ന് തട്ടൂരണം, ബോഡി സ്ട്രൈറ്റനിങ് ചെയ്യണം, സ്മൂത്തനിങ് ചെയ്യണം, എന്നിട്ട് പിന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും ഫേഷ്യൽ ചെയ്യണം. പിന്നെ താടി രോമങ്ങളൊക്കെ ഹോർമോണുകൾ വന്ന് ചില രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലേസർ ചെയ്യണം. പിന്നെ പുട്ടിയിടണം, പുട്ടിയുടെ മുകളിൽ പിന്നെ ഫൗണ്ടേഷൻ വേണം, ഫൗണ്ടേഷന്റെ മുകളിൽ പിന്നെ ഒരു മോയ്സ്ചറൈസർ വേണം, പിന്നെ ലിപ്സ്റ്റിക് വേണം, അതിന്റെ കൂടെ സൺസ്ക്രീൻ വേണം. പിന്നെ മുടി സ്ട്രൈറ്റ് ചെയ്താൽ മുടിയുടെ മെയിൻ്റനൻസിന് വേണ്ടി ചില സിറമുകളും കണ്ടീഷണറുകളും വേണം. അപ്പൊ മാസത്തിൽ 5000-ഉം 10,000 ഒക്കെ ചെലവഴിച്ച് ഇവര് ശരീരത്തിന്റെ സൗന്ദര്യം മുഴുവനും പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടകട്ടെ എറിഞ്ഞു കൊടുക്കും. അപ്പോ ചില ചെറുപ്പക്കാർ, ഇതൊക്കെ കാണാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ വന്നിട്ട് ഒരു ലൈക്ക് ഇടും, എന്നിട്ട് താഴെ വന്നിട്ട് അവസം എന്ന് പറഞ്ഞൊരു കമന്റ് ഇടും. ഫാന്റാസ്റ്റിക്, മാർവലസ്, അവസം, വെരി സെക്സി, വെരി ക്യൂട്ട് എന്നെല്ലാം പറഞ്ഞ് കമന്റ് ഇടുമ്പോ ഇവര് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഇപ്പൊ ഇത്രയല്ലേ ഇട്ടിട്ടുള്ളൂ, അടുത്തിൽ ഇതിനെക്കാളും ലൈക്ക് ഇടണം. അപ്പൊ ഒന്നും കൂടി ഡ്രസ്സ് മാറും. ഇപ്പൊ ഫുൾ കൈ ആണെങ്കിൽ അത് ഹാഫ് കൈ ആവും. പിന്നെ മൂന്നാമത്തേത് ഷാളൊക്കെ ശരീരമൊക്കെ മറച്ചിട്ടുണ്ടാവും, ഷാളും എല്ലാം അങ്ങോട്ട് നീക്കും. പിന്നെ അതിങ്ങനെ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്യും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ, എന്നിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെയും വൈറലാവും. അങ്ങനെ ഇങ്ങനെ ലൈക്ക് ഫോളോവേഴ്സ് 100-ൽ നിന്ന് 200-ആയി, 1000-ആയി, 2000-ആയി, 5000-ആയി, 10,000-ആയി, എങ്ങനെ നീളും. അപ്പൊ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി എന്ത് തമ്മാടിത്തരവും ചെയ്യാൻ നമ്മുടെ ഖൗമ് തയ്യാറാണ്. ഞാനിതൊന്നും വെറുതെ പറയുന്നില്ല. നമ്മുടെ സ്വന്തം മക്കൾ, മുസ്ലിം പെൺകുട്ടികൾ, വേറെ കുട്ടികളെ കുറിച്ചൊന്നും നമുക്ക് ആവലാതിയൊന്നുമില്ല. വേറെ ആളുകളെ കുറിച്ച് നമ്മൾക്ക് യാതൊരു വ്യാകുലതയില്ല. മുസ്ലിം പെൺകുട്ടികളുടെ കഥ ഞാൻ പറയുന്നത്, ക്യാമ്പസിൽ പോയി +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ കവിൾത്തടങ്ങളിൽ കിസ് ചെയ്യാൻ. കിസ് ചെയ്താൽ മാത്രം പോരാ, കിസ് ചെയ്യുന്നത് അവർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. അപ്പൊ മൊബൈലും കൊടുത്തിട്ട് വേറെ 2 കുട്ടികളെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ കിസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ എടുക്കണം. എന്നിട്ട് നല്ല മനോഹരമായ വീഡിയോ എടുത്ത്, എന്നിട്ട് അതിന് കുറച്ച് BGM-ഉം കുറച്ചിങ്ങനെ ട്യൂണും മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്, ഇല്ലുമിനാറ്റിയുടെ പാട്ടൊക്കെ ഇട്ടിട്ട്, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറിച്ച്. സ്വാഭാവികമായിട്ട് ആണും പെണ്ണും കിസ് ചെയ്യുന്നത് കാണുമ്പോൾ ഏതൊരാളത് നോക്കും. അങ്ങനെ വൈറലായി ഷെയർ ചെയ്ത് ഈ പെണ്ണിനെന്തായി? ഒരു വ്യഭിചാരം പരസ്യമാക്കിയതിന്റെ പേരിൽ കുറെ ഫോളോവേഴ്സ് കൂടി. ഈ പോസ്റ്റ് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ വീട്ടിലെ സാഹചര്യം ദീനീ സാഹചര്യമാണെങ്കിൽ ആ പെണ്ണിന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ പെണ്ണിന്റെ പിതാവിന് ഇതറിഞ്ഞാല് പൊരുത്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല എന്നറിഞ്ഞാല് ആ പെണ്ണ് പോസ്റ്റ് ചെയ്യോ? ആ പെണ്ണിന്റെ ആങ്ങളമാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണ് പോസ്റ്റ് ചെയ്യോ? ആ പെണ്ണിന്റെ വീട്ടിലെ കുടുംബക്കാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണ് പോസ്റ്റ് ചെയ്യും? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വീട്ടുകാർക്കും താല്പര്യം തന്നെയാണ് മകള് വൈറലാവട്ടെ എന്നാണ്. ഇനി കിസ് ചെയ്തിട്ടോ, ഇനി ഹഗ് ചെയ്തിട്ടോ, ഏതെങ്കിലും രീതിയിൽ പിന്നെ മടിയിൽ തലവെച്ച് കടന്നിട്ടോ, എങ്ങനെ ആയാലും കുഴപ്പമില്ല, എന്റെ മോള് വൈറലാവണം എന്ന് തന്നെയാണ് വീട്ടിലുള്ള ഉപ്പ ആഗ്രഹിക്കുന്നത്, ഉമ്മ ആഗ്രഹിക്കുന്നത്, ജ്യേഷ്ഠന്മാർ ആഗ്രഹിക്കുന്നത്, വീട്ടിലുള്ള നാട്ടിലുള്ള കുടുംബക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പോസ്റ്റ് ചെയ്യും. ഞാൻ ഒരു വേണ്ടാത്തൊരു വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അള്ളാനെക്കാളും പോയിട്ട് എന്റെ ഉപ്പാനായിരിക്കും, എനിക്ക് എന്റെ റബ്ബിനെക്കാളും പോയിട്ട് എന്റെ ഉമ്മാനായിരിക്കും. അപ്പൊ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാനിടും. ഇതേപോലെ എല്ലാവർക്കും ഇവിടെ അള്ളാഹുവിനെക്കാളും പേടി ഉണ്ടാവും സ്വന്തം മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളെ ഹേർട്ട് ചെയ്യരുത് എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. ഉപ്പറിഞ്ഞാലോ, ഇപ്പൊ തെറ്റ് ചെയ്യുമ്പോ എല്ലാവരും ഇപ്പൊ തെറ്റ് ചെയ്യുമ്പോ ഉപ്പറിഞ്ഞാലോ മോശമല്ലേ, ഉമ്മറിഞ്ഞാ മോശമല്ലേ എന്ന പേടി നമുക്ക് ഉണ്ടാവും. നമ്മൾ രഹസ്യമായിട്ട് ആരും അറിയാത്ത സ്ഥലങ്ങളിലേക്ക് തെറ്റ് ചെയ്യും. ആ സമയത്ത് തെറ്റ് ചെയ്യാത്തവനാണ് അള്ളാഹു അർശിന്റെ തണൽ നൽകുക. ആ സമയത്ത് തെറ്റ് ചെയ്യാതിരിക്കണം. ആരും അറിയാത്ത സ്ഥലത്ത്, ഞാനും എന്റെ റബ്ബ് മാത്രം കാണുന്ന സ്ഥലത്ത് തെറ്റ് ചെയ്യാതിരിക്കണം. അപ്പോഴാണ് അർശന തണലിട്ട്. നമ്മൾ ആരും കാണാത്ത സ്ഥലത്തൊക്കെ തെറ്റ് ചെയ്യും. പിന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഉപ്പറിഞ്ഞാല് ഉമ്മറിഞ്ഞാല് എങ്ങനെ വീട്ടിൽ പോവുക എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. അതുണ്ടാവണം.
അതുണ്ടാക്കിയത് ഈ മതാണ്, അതുണ്ടാക്കിയത് ഈ ഇസ്ലാം മതാണ്. അത് എടുത്തു മാറ്റലാണ്, ആ ഒരു കമ്മിറ്റ്മെന്റും ബന്ധവും പൊട്ടിത്തെറിപ്പിച്ചു മാറ്റലാണ് ലിബറലിസം ആഗ്രഹിക്കുന്നത്. അത്തീസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് നിനക്ക് നിന്റെ ഉമ്മയോടൊരു കടപ്പാടും വേണ്ടാന്ന് പറയുന്നത്, നിന്റെ ഉപ്പയോടൊരു കടപ്പാടും വേണ്ടാന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? എല്ലാവരും ഇവിടെ തെറ്റ് ചെയ്യാതെ ഒരല്പമെങ്കിലും മാന്യന്മാരായി ജീവിക്കുന്നത് മാതാപിതാക്കളെ പേടിച്ചിട്ടും, ഭാര്യയെ പേടിച്ചിട്ടും, ഭർത്താവിനെ പേടിച്ചിട്ടും, സഹോദരങ്ങളെ പേടിച്ചിട്ടും, പെങ്ങന്മാരെ പേടിച്ചിട്ടും. ഈ ഒരു ബന്ധം നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ, ഈ ഒരു ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചാൽ ഏത് തോന്നിവാസത്തിന് നിങ്ങൾക്ക് അവർ തയ്യാറാണ്. ഫാദർലെസ് അമേരിക്ക എന്നൊരു പുസ്തകം ഇറങ്ങി. എന്താ ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ? ലിവിങ് ടുഗദറിലൂടെ ഉണ്ടാകുന്ന മക്കള്. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് താല്പര്യമില്ല, വിവാഹം കഴിക്കണമെന്ന് താല്പര്യമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് കല്യാണം താല്പര്യമില്ലെങ്കിലും ഒക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല, നന്നായി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുകയാണ് എങ്കിലൊക്കെ. ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾക്കൊക്കെ പ്രേമുണ്ട്. എന്നെങ്കിലും പ്രേമം പാടില്ല. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പെൺകുട്ടികൾക്ക് 18 വയസ്സായാൽ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ മാതാപിതാക്കൾ പറയുമ്പോ പെൺമക്കൾ എന്താ പറയുന്നത്? എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട, പഠിച്ചു കഴിയട്ടെ എന്ന് പറയും. അവരിങ്ങനെ ചില എക്സ്ക്യൂസുകൾ പറയും, ചില മുടന്ത ന്യായങ്ങൾ പറയും, പഠിച്ചു കഴിയട്ടെ എന്ന്. അപ്പൊ പ്രേമവും പഠിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങിയാ പോരെ? 8ാം ക്ലാസ്സിൽ തന്നെ പ്രേമം എന്തിനാ തുടങ്ങുന്നത്? 10ാം ക്ലാസ്സിൽ തന്നെ പ്രേമം എന്തിനാ തുടങ്ങുന്നത്? ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. ഈ ഒരു ആശയത്തിലേക്ക് നമ്മുടെ മക്കൾ മാറാണ്. ലിവിങ് ടുഗദർ ആവാം. ഇതൊരു അമേരിക്കക്കാരൻ വലിച്ചെറിഞ്ഞ ഡസ്റ്റ്ബിന്നിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ നാറിയ സംസ്കാരമാണ്. ഈ സംസ്കാരം നമ്മുടെ മക്കൾ കടമെടുക്കാണ്. നമ്മുടെ മക്കൾ ഇപ്പൊ തുടങ്ങാണത്. ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. എത്ര വേണമെങ്കിലും തന്റെ കാമുകന്റെ കൂടെ കറങ്ങാ, ചെലവഴിക്കുക, റൂം എടുക്കുക, ഒന്നിച്ച് ജീവിക്കുക. എന്നിട്ട് അയാൾക്ക് ഇവളെ മടുത്താൽ വേറൊരാളായിട്ട് അയാൾക്ക് പോവാ. ഇവന് ചിലപ്പോ ഇവൻ ഒഴിവാക്കിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക. ആണെങ്ങനെയാണ്. അത് പെണ്ണുങ്ങൾ ഇന്നും ഒരു ആണിന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ ഇന്നൊരു പെണ്ണിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു നഗ്ന യാഥാർത്ഥ്യം. ഒരു ആണിന്റെ മെന്റാലിറ്റി തിരിച്ചറിയാൻ ഒരു പെണ്ണിന്നും പഠിച്ചിട്ടില്ല. എല്ലാം ഒരു പുരുഷന് സമർപ്പിക്കുക, എല്ലാം അങ്ങോട്ട് തുറന്നു പറയാ, തുറന്നു കൊടുക്കുക, എല്ലാത്തിനും സമ്മതിക്കുക. എന്നിട്ട് ഇവന് മടുപ്പ് വരുമ്പോ ഇവന് വേറെ ആളെ നോക്കി, ഇവളെ ഒഴിവാക്കി വേറെ ആള് പിന്നാലെ പോകും. അപ്പൊ ഇവളെന്താ ചെയ്യാ? ജീവിതം മൊത്തവും ഒരു ചെറുപ്പക്കാരന് സമർപ്പിച്ച് അവസാനം ഇവളെ തേച്ചു പോകുമ്പോ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ എപ്പോഴാ മനസ്സിലാവുക? ഇതൊക്കെ എപ്പോഴാ തിരിയാ? അപ്പൊ ലിവിങ് ടുഗദർ ആവാം, കല്യാണം വേണ്ട. ഇതാരാ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്? എത്ര മനോഹരമാണ് വൈവാഹിക ബന്ധങ്ങളൊക്കെ. ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞത്? കല്യാണം കഴിച്ചാൽ 75% ഒരാൾ നന്നാവുന്ന. കല്യാണം കഴിക്കലോടുകൂടി 75% ഒരാൾ നന്നാകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. 100% നന്നാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ കല്യാണം കഴിച്ചാൽ 100% നന്നാവും എന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ പറയാത്തെന്നറിയോ?